ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് GPIO പ്രോഗ്രാമിംഗ് അറ്റ്മേഗ 328-ൻ്റെ GPIO പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ്മേഗ 328 എന്ന് പറയുന്നത് AVR മൈക്രോ കൺട്രോളർ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അപ്പം AVR മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി എന്താണ് AVR മൈക്രോ കൺട്രോളർ. ഇത് ബേസിക്കലി ആ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തത് രണ്ട് സ്റ്റുഡൻസാണ്. നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ രണ്ട് സ്റ്റുഡൻ്റാണ്, ആൽഫ് ബോഗനും വെഗാർഡ് വോളനും. അപ്പം ആൽഫ് ബോഗൻ, വെഗാർഡ് വോളൻ റിസ്ക് ആർക്കിടെക്ചർ. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അതാണ് ഒറിജിനലി ഇതിൻ്റെ പേര് വരാനുള്ള കാരണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ആ മൈക്രോ കൺട്രോളർ ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടത്തുന്നത് ആദ്യം അറ്റ്മലായിരുന്നു. ഇപ്പോൾ അത് മൈക്രോ ചിപ്പാണ് നടത്തുന്നത്. ഇവർ രണ്ടുപേരും ഇത് അംഗീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് AVR എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേര് മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ആ രണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ അത് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം അതിനെ. സോ അതാണ് AVR മൈക്രോ കൺട്രോളറിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഹിസ്റ്ററി. ദെൻ അതൊരു 8-bit റിസ്ക് മൈക്രോ കൺട്രോളറാണ്. 8-bit മൈക്രോ കൺട്രോളറാണ്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അറ്റ്മലാണ്. ഇപ്പോൾ അത് മൈക്രോ ചിപ്പാണ്. ഓക്കെ, പിന്നെ ഈ ഒരു മൈക്രോ കൺട്രോളർ ഇപ്പോൾ നമ്മൾ അറ്റ്മലിൻ്റെ AVR മൈക്രോ കൺട്രോളേഴ്സ് മെയിൻലി യൂസ് ചെയ്ത് ആർഡ്യൂനോ പോലുള്ള പ്ലാറ്റ്ഫോംസ് പോപ്പുലറായി കഴിഞ്ഞപ്പോഴാണ് ഇതിന് കൂടുതലൊരു പ്രമോഷൻ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ മൈക്രോ കൺട്രോളറും ആർഡ്യൂനോയുടെ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം AVR മൈക്രോ കൺട്രോളേഴ്സാണ്. പർട്ടിക്കുലർലി അറ്റ്മേഗ 328 കുറേ അധികം യൂസ് ചെയ്തിട്ടുണ്ട്. ആർഡ്യൂനോയുടെ യൂനോ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബോർഡിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് എംബഡഡ് സിസ്റ്റംസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം നമ്മൾ AVR മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം AVR മൈക്രോ കൺട്രോളറിൽ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ്മേഗ 328 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അറ്റ്മേഗ 328-ൻ്റെ 28 പിൻ ഡിപ്പാണ്. ഡ്യുവൽ ഇൻലൈൻ എന്ന് പറയുന്ന പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ പിൻ ഡയഗ്രം ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. 28 പിൻസാണ് അതിനകത്ത് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ മൈക്രോ കൺട്രോളർ. ഓക്കെ, ഇനി ഇത് പോപ്പുലർലി യൂസ് ചെയ്യുന്നത് ആർഡ്യൂനോ യൂനോ എന്ന് പറയുന്ന ഒരു ബോർഡിലാണ്. അത് ഈ ബോർഡാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ് ബോർഡ്. അത് ആർഡ്യൂനോ എന്ന് പറയുന്ന ഒരു കൺസോർഷ്യമാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ആർഡ്യൂനോ ബോർഡിൻ്റെ റെലവൻസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ ഇതൊരു അറ്റ്മേഗ 328 എന്ന് പറയുന്നതിൻ്റെ പിൻ ഡയഗ്രം ആണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. 1 തൊട്ട് 28 വരെ പിന്നുകളുണ്ട്. ആ പിന്നിന് ഓരോന്നിനും അതിൻ്റേതായ ഫങ്ഷനാലിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി അത് പിൻ ഡയഗ്രവും സ്ട്രക്ചറും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ അറ്റ്മേഗ 328-ൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അതായത് എന്താണ് അറ്റ്മേഗ 328? ബേസിക്കലി അതൊരു മൈക്രോ കൺട്രോളർ, 8-bit മൈക്രോ കൺട്രോളറാണ്. അതിനകത്ത് നമുക്ക് 32 കിലോബൈറ്റ്സിൻ്റെ പ്രോഗ്രാമബിൾ ഫ്ലാഷ് മെമ്മറി ഉണ്ട്. അതാണ് 32 എന്ന് പറയുന്നത്. പിന്നെ 8-bit മൈക്രോ കൺട്രോളർ ആയതുകൊണ്ട് 328. പിന്നെ 1K EEPROM ഉണ്ട്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അത് നമുക്ക് ചില ടിപ്പിക്കൽ ആവശ്യങ്ങൾ, ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ ഒക്കെ ഏതെങ്കിലും കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വയ്ക്കാം പെർമനൻ്റ്ലി. അതാണ്. പിന്നെ 2KB SRAM ഉണ്ട്. പിന്നെ അതിനകത്തുള്ളത് പിന്ന് നിങ്ങൾ കണ്ടപ്പോൾ അതിനകത്ത് 28 പിൻസിൽ നമുക്ക് 23 ജനറൽ പർപ്പസ് IO ലൈൻസ് ആണുള്ളത്. ജനറൽ പർപ്പസ് യൂസിന് വേണ്ടിയിട്ടുള്ള 23 പിന്നുകൾ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിൽ നമുക്ക് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്. ഈ രജിസ്റ്റർ ലെവൽ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ബേസിക്കലി എംബഡഡ് സിയിൽ ചെയ്യുക. നമ്മൾ ഓരോ രജിസ്റ്റേഴ്സും മനസ്സിലാക്കുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ രജിസ്റ്റേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ എംബഡഡ് സി പ്രോഗ്രാമിങ്ങിൽ ഈ അറ്റ്മേഗ 328 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിനകത്തുള്ളത് ടൈമേഴ്സാണ്. നമുക്ക് 3 ടൈമേഴ്സാണ് അവൈലബിൾ ഉള്ളത്. ടൈമർ 0, 1 and 2. പിന്നെ ഇൻട്രപ്റ്റ്സ് അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. പിന്നെ UART ഉണ്ട്. ഒരു സീരിയൽ പ്രോഗ്രാമബിൾ UART നമുക്കുണ്ട്. ഒരു SPI ഉണ്ട്. ഒരു ADC ഉണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഉണ്ട്. 6 ചാനലാണ്. ഓരോന്നും 10-bit ADC ആണ്. പിന്നെ അതുകൂടാതെ ഒരു വാച്ച് ഡോഗ് ടൈമർ, പ്രോഗ്രാമബിൾ വാച്ച് ഡോഗ് ടൈമർ വിത്ത് ഇൻറ്റേർണൽ ഓസിലേറ്റർ അത് അവൈലബിൾ ആണ്.
പിന്നെ നമുക്കുള്ളത് പവർ സേവിങ് മോഡ്സ്. അത് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പവർ സേവിങ് മോഡ്സ് എടുക്കാം. സോ ഇത്രയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള 8-bit മൈക്രോ കൺട്രോളറാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഓൾ ദ കോഴ്സ് നമ്മൾ ഈ 3 to 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഒരു മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോയി 32-bit മൈക്രോ കൺട്രോളറിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു 8-bit മൈക്രോ കൺട്രോളറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ പഴയ കാലത്ത് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 8051 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ്മേഗ 3 to 8 ആണ്. കാരണം കുറേയും കൂടി ഫീച്ചേഴ്സ് അവൈലബിളാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റുകളെല്ലാം ഫെമിലിയറൈസ് ചെയ്യാനും പഠിക്കാനും നമുക്ക് 3 to 8 ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മളിതിനെ നമ്മുടെ പ്രൈം കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അറ്റ്മേഗ 3 to 8. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പർട്ടിക്കുലർ സീരീസിൽ നമ്മൾ ചെയ്യുന്നത് GPIO പ്രോഗ്രാമിംഗ് ആണ്. GPIO എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ GPIO എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒരു മൈക്രോ കൺട്രോളറിൻ്റെ പിന്നുകളെ ജനറൽ പർപ്പസ് ഇൻപുട്ടുകളോ ഔട്ട്പുട്ടുകളോ ആക്കി കോൺഫിഗർ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു പിന്നിലേക്ക് ഒരു ബട്ടൺ വയ്ക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിസ്റ്റം ആലോചിക്കുക, നമുക്ക് ഒരു ലിഫ്റ്റിനെ ആലോചിക്കുക. ഒരു ലിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എലിവേറ്റർ. അപ്പോൾ അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡോറ് തുറക്കുന്നു. അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം ഉണ്ടാവും. ആ എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ ഈ സ്വിച്ച് ഞെക്കുന്ന സമയത്ത് ആ സ്വിച്ചിൽ നിന്നുള്ള ഒരു സിഗ്നൽ ഒരു പിന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇൻപുട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പിന്ന് നമ്മൾ ഇൻപുട്ടായിട്ട് കോൺഫിഗർ ചെയ്യും. എന്നിട്ട് ആ ഇൻപുട്ട് എടുക്കും. ഇൻപുട്ട് എടുത്തു കഴിയുമ്പം നമ്മൾ പറയുന്നു ഓക്കെ ഡോറ് തുറക്കണം. ഡോറ് തുറക്കാനുള്ള പ്രോഗ്രാം നടക്കുന്നത് വേറൊരു പിന്നിലായിരിക്കും. അപ്പം മൈക്രോ കൺട്രോളറിൻ്റെ കോഡ് അനുസരിച്ചിട്ട് ആ പിന്നെ ആക്ടിവേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ടാവും. ഡോർ തുറക്കാനുള്ള മോട്ടർ, റിലേ തുടങ്ങിയ സാധനങ്ങളുണ്ടാവും. അത് വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അത് പുറത്തേക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കൊടുക്കുന്ന ഒരു പിന്നുണ്ട്. ആ ഒരു പിന്നിൻ്റെ സിഗ്നൽ അനുസരിച്ചിട്ടാണ് ഈ എലിവേറ്ററിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്, തുറക്കുക എന്നുള്ള ആ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പിന്ന് ആ സാഹചര്യത്തിൽ ഔട്ട്പുട്ടാണ്. അപ്പം ഈ രണ്ട് കണ്ടീഷൻ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത്. ഒന്ന് നമ്മളൊരു സ്വിച്ച് ആക്കി കഴിഞ്ഞപ്പോൾ അത് ഒരു പിന്ന് വഴി അകത്തേക്ക് എടുത്തു മൈക്രോ കൺട്രോളർ, ദാറ്റ് ഈസ് ഇൻപുട്ട്. പിന്നെ അതിനനുസരിച്ചൊരു കോഡ് എഴുതി ആ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. അത് ആ പിന്നെ ഹൈ ആക്കോ ലോ ആക്കോ ചെയ്യുന്നു. അതിനനുസരിച്ച് അതിനോട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് വർക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പിന്നാണ്. അപ്പോൾ നമ്മളവിടെ ഔട്ട്പുട്ട് പിന്നായിട്ട് യൂസ് ചെയ്തു. സോ ഇതാണ് അതിൻ്റെ പരിപാടി. അതായത് GPIO പിൻ എന്ന് പറയുന്നത് ഇതാണ്, ജനറൽ പർപ്പസ് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ഒരു പിന്നിനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് അർത്ഥം. സോ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉള്ള ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കുള്ളത് 23 GPIO പിൻസ് ഉണ്ട്. ഇതിനകത്ത് മൊത്തത്തിൽ 28 പിന്നാണുള്ളത്. പക്ഷേ നമുക്ക് GPIO പിന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 23 എണ്ണമാണ്. ആ 23 എണ്ണം 3 പോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പോർട്ട് B, പോർട്ട് C ആൻഡ് പോർട്ട് D. പോർട്ട് B, പോർട്ട് C ആൻഡ് പോർട്ട് D. പോർട്ട് ബിയിൽ നമുക്ക് 8 പിന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. PB0 to PB7. അത് നിങ്ങൾ ആ പിൻ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു സ്ഥലത്ത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ബ്ലൂ കളറിൽ എഴുതി വെച്ചിരുന്നത് D പോർട്ടാണ്, അപ്പുറത്ത് ഗ്രീൻ എഴുതി വെച്ചിരിക്കുന്നത് C ആണ്, യെല്ലോയിൽ എഴുതി വെച്ചിരിക്കുന്നത് B ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് പല സ്ഥലത്തും ഉണ്ട് അല്ലേ. PB6, PB7, പിന്നെ അപ്പുറത്ത് PB1, PB2, PB3, PB4 ആൻഡ് PB5. ഇത്രയാണുള്ളത്. പോർട്ട് സിയിലും ഇതുപോലെ തന്നെ 7 പിന്നുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് PC0 to PC6 അതിതാണ് നമുക്കിവിടെ കാണാം, ഈ ഒരു ഏരിയ. ഓക്കെ, PC0 to P5, പിന്നെ ഇത് ഇവിടെയുണ്ട് ഒരെണ്ണം. ഓക്കെ, അപ്പം ഈ പോർട്ട് പിന്നെ D ഉണ്ട്. ഡിക്ക് നമുക്ക് 8 പിൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. D0, D1, D2, D3, D4, D5, D6 ആൻഡ് D7. ഇതാണ് GPIO പിൻസ് എന്ന് നമ്മൾ പൊതുവേ പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമല്ല, ഇതിനകത്തുള്ളൊരു ആർക്കിടെക്ചറിൻ്റെ ഒരു കേസ്, ചില GPIO പിൻസ് നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഇൻപുട്ടാക്കാനോ ഔട്ട്പുട്ടാക്കാനോ അവൈലബിൾ അല്ല.
ലിറ്ററലി നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് പിൻ നോക്കിക്കഴിഞ്ഞാൽ PC6 ഇവിടുത്തെ PC6 എന്ന് പറയുന്ന സാധനത്തിന് അവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണാം റീസെറ്റ് ബാർ എന്നുള്ളൊരു സാധനം കാണിച്ചിട്ടുണ്ട്. അതായത് അത് റീസെറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളൊരു ബട്ടൺ ഞെക്കി മൈക്രോ കൺട്രോളറിനെ ഫുള്ളി റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിക്കവാറും സിസ്റ്റത്തിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ GPIO ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മളപ്പോൾ അത് ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പിന്ന് കുറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PB6ഉം 7ഉം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളൊരു സാധനം കാണാം, ക്രിസ്റ്റൽ ഓസിലേറ്റർ XTEL 1 XTEL 2 എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു ഫ്രീക്വൻസി കൊടുക്കണം. അതായത് ഒരു ക്രിസ്റ്റൽ ഫ്രീക്വൻസി അതിനകത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ ഓസിലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്രോ കൺട്രോളറിൻ്റെ എല്ലാ ടൈമിംഗ് പരിപാടികളും നടക്കുന്നത്. അതായത് അതിനൊരു ലോജിക്ക് വരുന്നത് ഏത് ഒരു സമയം വേണമല്ലോ. സമയം എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ലാതെ വരുമ്പോൾ മൊത്തം കൺഫ്യൂഷനാവും. അപ്പോൾ ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ പൾസസിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്രോ കൺട്രോളർ അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും സിങ്ക്രണൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 2 പിന്നും ജനറൽ പർപ്പസിന് കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ അതാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരുവിധം യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ രജിസ്റ്റേഴ്സ് കോൺഫിഗർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അത് GPIO ആണോ അതോ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടുകളെ ഇതിനകത്ത് ഏതെങ്കിലും പോർട്ടുകളെ നമുക്കൊരു കാൻഡിഡേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഏതെങ്കിലും പിന്നിനെ കാൻഡിഡേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എങ്ങനെയാണ് അതിൻ്റെ കോഡ് എഴുതുന്നത്, എങ്ങനെ സെറ്റ് ചെയ്യും, അതിനുശേഷം അതെങ്ങനെ നമുക്കൊന്ന് എന്താ പറയുക എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണുക എന്നുള്ളത്, കോഡ് എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.